ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 41:13 നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഞാൻ നിന്നെ സഹായിക്കും എന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഈ ചിത്രം സങ്കല്പിക്കുക. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സ്നേഹനിർഭരമായ കൈകളാൽ നിങ്ങളുടെ കൈക്ക് പിടിച്ച് എല്ലാ സ്നേഹത്തോടെയും നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ അത്ഭുതകരമായ വാഗ്ദാനത്തിന് ദൈവത്തിന് നന്ദി. ഒരു ദിവസം കർത്താവ് യാക്കോബിനോട് ആശ്വാസവാക്കുകൾ പറഞ്ഞു. യാക്കോബ് തന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, സ്വന്തം സഹോദരനെ കൊല്ലുമെന്ന് സത്യം ചെയ്തപ്പോൾ അവൻ ഒരു അനാഥനെ പോലെ തനിച്ചായിരുന്നു. അവനെ പിന്തുണയ്ക്കാൻ ആരുമില്ല. അവൻ ദുഃഖത്താൽ ഹൃദയത്തിൽ വല്ലാതെ വിഷമിച്ചു. എന്നാൽ കർത്താവ് അവനെ പിന്തുണയ്ക്കാൻ സന്നദ്ധനായി. അവന്റെ ദർശനത്തിലെ ഗോവേണി കാണിച്ചു കൊടുത്തു. അങ്ങനെ അവനുമായി ഒരു സ്നേഹ ഉടമ്പടി ചെയ്തു. എല്ലാവരും തനിക്കെതിരാണെങ്കിലും കർത്താവ് തനിക്കൊപ്പം നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യാക്കോബിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഈ വാക്യം ഒന്നുകൂടി പരിഗണിക്കുക. ഒരേ വാക്യത്തിൽ ദൈവം 3 തവണ വാഗ്ദാനം ചെയ്യുന്നു. ഒന്നാമതായി, ദൈവം നമ്മുടെ വലത് കൈക്ക് പിടിച്ചിരിക്കുന്നു. 2, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. മൂന്നാമതായി, ദൈവം നമ്മെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നമ്മുടെ വലതു കൈ പിടിക്കുന്നു. വിവാഹത്തിൽ വധുവിന്റെ വലതു കൈ വരന്റെ വലതു കൈക്ക് നൽകുന്നു. അന്നു മുതൽ നല്ലതിലും മോശമായാലും രോഗത്തിലും ആരോഗ്യത്തിലും പരസ്പരം വേർപിരിയാതെ കൈപിടിച്ചുയർത്തുമെന്ന് അവർ ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കുന്നു. ദൈവത്തിന്റെ സ്നേഹകരങ്ങളിലുള്ള ദൈവമക്കൾ, നിങ്ങളെ നിത്യസ്നേഹത്താൽ സ്നേഹിക്കുകയും നിത്യമായ കാരുണ്യത്താൽ ആശ്ലേഷിക്കുകയും ചെയ്യുന്നവനെ നോക്കുക. അവൻ നിങ്ങളെ അവസാനം വരെ നയിക്കാൻ പ്രാപ്തനാണ്. ഇടർച്ചയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ നിന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും സ്ഥാപിക്കാനും അവൻ പ്രാപ്തനാണ്. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. ഭയപ്പെടേണ്ട എന്ന വാഗ്ദാനവും കൽപ്പനയും തിരുവെഴുത്തിലുടനീളം കാണാൻ സാധിക്കും. നിങ്ങളെ ആശ്വസിപ്പിക്കാനും ഈ ഭയാനകമായ ലോകത്ത് കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. വഴിയിൽ പ്രക്ഷുബ്ധമായ കടലും കൊടുങ്കാറ്റും ഉണ്ടാകാം. എന്നാൽ കർത്താവ് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നു, ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും വേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്ന്. സഹായിക്കുമെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞങ്ങൾ അനാഥരോ നിരാലംബരോ അല്ല. നമ്മെ സഹായിക്കാൻ കർത്താവ് നമ്മുടെ അരികിൽ നിൽക്കുന്നു. അവൻ തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്നിലും വിശ്വസിക്കുക. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെയും അതുപോലെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 63:7 നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 49-50 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 1 അധ്യായം. ആമേൻ.